മനസ്സിൽ വളരെയധികം ശാന്തത വരും. ഓക്കെ, അവരുടെ മൂഡ് സ്വിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവില്ല. ഓൺലൈനിൽ ചെയ്തിട്ട് പോലും അത് മാറിയ ഇത് ഞാൻ ഡയറക്റ്റ് എനിക്ക് അനുഭവങ്ങളുണ്ട്. വേദനകൾ പോലും മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബൗളുകളൊക്കെ ഉപയോഗിച്ച് അത് അങ്ങനെയുള്ള ആ ഒരു ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സബ് കോൺഷ്യസിൽ വരുന്ന ഒരു ഫ്രീക്വൻസി ലെവലാണ്. അത് ആ ലെവലിൽ കറക്റ്റ് ആയി കഴിഞ്ഞാൽ അതൊക്കെ റെഡി ആയി വരും. നമ്മൾ എന്താഗ്രഹിക്കുന്നു അതൊക്കെ സംഭവിക്കും ഇവിടെ. ഇപ്പം സാർ പറഞ്ഞതനുസരിച്ച് ഇതിന് ഇത്രത്തോളം നമുക്ക് ഒരാളെ ഹീൽ ചെയ്യാനും അയാളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റും എന്ന് പറഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് ഇത് അധികം ആളുകളിലേക്ക് എത്താത്തത്? എത്താത്തത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഹയർ എൻഡിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത്. അത് ആർക്കും അറിയില്ല ഈ ഒരു സംഭവം. ഇതിൻ്റെ ഡെപ്ത് എന്താണെന്നോ അല്ലെങ്കിൽ ഇതിനെ ഏത് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇതൊന്നും ആർക്കും ഇന്നേ വരെ ആരും റിലീവ് ചെയ്തിട്ടില്ല. ഇതിനെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല ഇതൊക്കെ. പക്ഷേ ഇന്ത്യനേക്കാളും കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത് ജർമ്മൻസ്, UK അങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പുറത്ത് അത് UK എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു പഞ്ചായത്ത് അങ്ങനെ പോലെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 10-15 ആളുകൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഞാൻ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്ന് അറിഞ്ഞതാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ ജർമ്മൻസ് അവർ ഒരുപാട് ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതായത് അടുത്തൊരു ജനറേഷൻ ഉണ്ടാവുമ്പോൾ ഇനിയത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ലെവലിലാണ്. ഇത്രയും നാൾ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഒരു സപ്രസ്ഡ് സ്റ്റേജിലാണ് ഓടിക്കൊണ്ടിരുന്നു പറഞ്ഞാൽ. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അറിയാൻ അല്ല, ഇത്ര നാളും ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫ്രീക്വൻസി ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ ഹീലിംഗ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആളുകളിലേക്ക് ഇത് ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ളതൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇനി ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു ഫ്രീക്വൻസി ലെവലിലായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പം ഒരുപാട് ആളുകൾ ഇപ്പം സിനിമയിൽ താരങ്ങളും ഒക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ സ്പിരിച്വൽ വേൾഡിലേക്ക് പോകുന്നുണ്ട്. സിനിമ മാത്രമല്ല എല്ലാ ഫീൽഡുകളിലും ഓൾമോസ്റ്റ്. അതായത് ഇവിടുത്തെ ഒരുപാട് മൾട്ടി ടാസ്കിങ് ആണ് എല്ലാ ആളുകളും ചെയ്യുന്നത്. അതായത് ബിസിനസ്സുകാരും ഒരുപാട് ആളുകൾ മൾട്ടി ടാസ്കിങ്. അവർ എക്സോസ്റ്റ് ആവും. അവർക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ എല്ലാവരും എക്സോസ്റ്റ് ആവും. ഇപ്പോൾ ബിസിനസ് മാത്രമല്ല, IT രംഗങ്ങളിൽ, ഹോസ്പിറ്റൽ, മെഡിക്കൽ ഫീൽഡുകളിൽ ഇവിടെ ഒക്കെ ഒരു ഭയങ്കരമായിട്ട് ഹെവി ടാസ്ക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരു പീരീഡ് കഴിയുമ്പോൾ എക്സോസ്റ്റ് ആവും. അവർക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്യണം, എങ്ങനെ പോകണം, ഇതൊന്നും ആർക്കും അറിയില്ല. അതിലാണ് ഈ ഫ്രീക്വൻസിയുടെ ഈ ഒരു എഫക്റ്റ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഹീൽ ചെയ്തപ്പോൾ നിങ്ങളിൽ ഉണ്ടായ മാറ്റം നിങ്ങൾക്കാണ് ഫീൽ ചെയ്തു. അതായത് ഇത്രത്തോളം മാറ്റാൻ സാധിക്കും ഇതിനെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇതുപോലെ ഇത് ജസ്റ്റ് നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തത് ഇതിൻ്റെ റിയൽ ആ ഫേസിലേക്ക് എത്തി കഴിയുമ്പോൾ ആ ആൾക്ക് അറിയാൻ സാധിക്കും ഇത്രയും മാറ്റങ്ങൾ. അയാളുടെ ആ തോട്ട് പ്രോസസ്സ് തന്നെ മാറിപ്പോവും. ഇത്രയും ചിന്തിച്ചോർന്നത് എല്ലാം ഇല്ലാതായിപ്പോവും. അൺവാണ്ടഡ് തോട്ടുകളൊക്കെ മാറ്റി കളയുന്നുണ്ട് എന്നുള്ളത് വളരെ ശക്തമായ രീതിയിൽ അവർക്ക് മനസ്സിലാവും. ഇനിയത്തെ ലോകം, അതായത് ഇനി വരുന്ന ലോകം ഫ്രീക്വൻസി വേൾഡാണ്. ഇനി ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ടാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പം തന്നെ പല ഇതുകളിലും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പല ടോണുകളിലൊക്കെ വ്യത്യാസമൊക്കെ കൊണ്ടുവന്ന് ആളുകളെ പിടിച്ചിരുത്താനായിട്ടൊക്കെ പറ്റുന്ന ഒരുപാട് ഇതുകളൊക്കെ ഇവർ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബ്രെയിനിനെ ഉണർത്തി, അതായത് സബ് കോൺഷ്യസ് തലങ്ങളിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ലെവലാണ്. ഇനിയും ഇതിൻ്റെ സ്റ്റഡികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല ആരുടെ അടുത്തും. അപ്പോൾ ഇതിനി വരും. ഇന്നത്തെ കാലഘട്ടം ഇതാണ് വരാൻ പോണത്. എല്ലാവരിലേക്കും ഇതിപ്പോൾ എന്നിലൂടെ ഇപ്പോൾ ഇത് കിട്ടാൻ പറ്റുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇത്രയും ഒരു വ്യത്യാസം, അതായത് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു വലിയൊരു മാറ്റമാണ് കൊണ്ടുവരാം. പ്രഗ്നൻ്റ് ആയ ഒരു ലേഡി അവർക്ക് ഇതും കൊണ്ടുവരുന്നൊരു മാറ്റം
അല്ലെങ്കിൽ അവർക്ക് എന്താണ് അതിൻ്റെ ഒരു സിംഗിങ് ബൗൾ ഹീലിംഗിൽ വരുന്നത്? ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി ഒന്നും നമ്മുടെ അടുത്ത് ഡയറക്റ്റ് വരണ്ട, അവർക്ക് ഓൺലൈനിൽ കൂടെ ചെയ്യാൻ സാധിക്കും. ഈ ഒരു പ്രോസസ്സ് ഓൺലൈനിൽ കൂടെ വളരെ അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവമാണ്. അത് നമുക്ക് ചിന്തിക്കാനും കൂടിയും പറ്റില്ല, അത്രയും പവർഫുള്ളാണ് ഇതിൻ്റെ ഓൺലൈൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള കാരണം ഇത്ര ദൂരേക്ക് വരണം, ഇതൊക്കെ ബുദ്ധിമുട്ടുകളാണല്ലോ. പകരം അവർക്ക് അവരുടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, ഇത് ഓൺലൈനിൽ കൂടെ ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്ത് കഴിയുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളിൽ സംഭവിച്ച പോലെ തന്നെ മനസ്സിൽ വളരെയധികം ശാന്തത വരും. ഓക്കെ, അവരുടെ മൂഡ് സ്വിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാവില്ല. പിന്നെ അവർക്ക് ഡിപ്രഷൻ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതായത് ഒരു ലേഡി പ്രഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോൾ നാട്ടുകാർക്കൊക്കെ സന്തോഷമാണ്, പക്ഷെ അവരനുഭവിക്കുന്ന ചില്ലറ കാര്യങ്ങളല്ല. ചിലപ്പോൾ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല, ഛർദിക്കും, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ അവോയ്ഡ് ആവും, അതൊന്നും ഉണ്ടാവില്ല. അതായത് ആസ് നോർമൽ ഒരു പേഴ്സൺ എങ്ങനെ ജീവിക്കണം അതുപോലെ അവർ ജീവിക്കും. അതായത് ബോഡി അതിന്, അതായത് ഈ കുട്ടീനെ വളരാനുള്ള എല്ലാ സാധനങ്ങളും ബോഡി തന്നെത്താനെ ജനറേറ്റ് ചെയ്ത് കൊടുക്കും. മാത്രമല്ല ഈ അമ്മയ്ക്ക് ആ അമ്മയുടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഇത് ഒരു 3 മാസം ആവുന്ന ടൈമിൽ ഈ കുട്ടിക്ക് ഈ മൈൻഡ് എന്ന് പറയുന്ന സാധനം ജനറേറ്റ് ആവും. അപ്പം എന്താ ഉണ്ടാവുന്നത്, അമ്മയ്ക്കും കുട്ടിക്കും 2 മൈൻഡ് ഉണ്ട് കൊണ്ടു നടക്കണ അമ്മ. ഹാർട്ട് സ്റ്റാർട്ട്, 2 ജീവനല്ല 2 മൈൻഡാണ്. ഇത് തമ്മിൽ ഭയങ്കര കണക്ഷൻ കിട്ടും. കുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് അമ്മയ്ക്കും ആവശ്യമായി തുടങ്ങും, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് കുട്ടിക്ക് ആവശ്യമായി തുടങ്ങും. ഇത് തമ്മിൽ ഭയങ്കര ഇന്റർലിങ്കിങ് ആണ് നടക്കുക ആ ടൈമിൽ. അപ്പൊ ഇവർക്ക് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുക. ചിലപ്പോൾ അമ്മയ്ക്ക് ആവശ്യം ഉണ്ടാവില്ല, നേരത്തെ കുട്ടിയുടെ ആവശ്യമായിരിക്കും നടക്കണ്ട. അപ്പോൾ ആ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കിടന്നിട്ട് അമ്മയ്ക്ക് അതിന് വേണ്ടിയിട്ട് ടെംപ്റ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇത് അങ്ങോട്ട് അത്രയും ഇതിൽ കണക്ഷൻ ഇല്ലാതെ 2 എൻറ്റിറ്റി ആയിട്ട് നിൽക്കും അവിടെ ഈ സൗണ്ട് ഹീലിങ്ങിലാവുന്ന ടൈമിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് അമ്മയുടേതായ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കാം. അമ്മ ശാന്തമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മ ശാന്തമായി അമ്മയുടെ എല്ലാ കാര്യങ്ങളും അമ്മ സ്വയം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്ത് ഭയങ്കര ശാന്തത ഉണ്ടാവും. ആ കുടുംബവും ഭയങ്കര സന്തോഷത്തിലായിരിക്കും നിൽക്കുക. ഓക്കെ, ആ ശാന്തത കണ്ടുകൊണ്ടാണ് ഈ കുട്ടി വളരാൻ പോണത്. ആ കുട്ടിയെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അപ്പൊക്കെ റീഡ് ചെയ്ത് വെക്കും. ഇതൊക്കെ ഒന്നും പറയാനൊന്നും പറ്റില്ല, തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അതിന്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ റീഡ് ചെയ്യും. അമ്മ നല്ല സന്തോഷത്തിലാണ്, അമ്മ നല്ല സ്നേഹത്തിലാണ്, അച്ഛൻ്റെ അടുത്ത് അമ്മാമ്മയുടെ അടുത്ത് സ്നേഹത്തിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ എഴുതി വയ്ക്കും. പിന്നീട് അത് വളർന്ന് വലുതാവുന്ന ടൈമിൽ അതുപോലെ ആയിരിക്കും ഈ കുട്ടി ഉണ്ടാവുക. അതായത് അമ്മ സ്നേഹത്തിലായിരുന്നു, അപ്പോൾ എനിക്കും സ്നേഹിക്കണം എന്നൊരു തോന്നൽ വരും. അല്ലാത്ത കേസ് തല്ലുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഇതിലെഴുതും, ഇന്ന സാധനം കിട്ടിയില്ലെങ്കിൽ തല്ലുണ്ടാക്കണം എന്നുള്ളത് വരും. അപ്പോൾ ഈ കുട്ടി ജനിച്ച് വരുമ്പോൾ അച്ഛൻ്റെ അടുത്ത് അത് ചോദിച്ചിട്ട് ആ സാധനം കിട്ടിയില്ലെങ്കിൽ അത് തല്ലുണ്ടാക്കാം അവിടെ നിന്ന്. അതാണ് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിപ്പം ഞാൻ കണ്ടുപിടിച്ചതൊന്നല്ല കേട്ടോ, ഇത് നേരത്തെ അറിയുന്ന ആളുകൾ കണ്ടുപിടിച്ചിട്ടാണ് ഇങ്ങനെയുള്ളൊരു ടെക്നോളജി ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത് ചെയ്യുന്നതിലൂടെ അങ്ങനെയുള്ളതൊക്കെ അവോയ്ഡ് ചെയ്യും. അപ്പം എന്താ വെച്ചാൽ ഒരു സന്തോഷകരമായിട്ടൊരു സമൂഹം, ഒരു അടുത്തൊരു ജനറേഷനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും ഇതിൽ. അതായത് ഇപ്പൊ ജർമ്മൻകാരുടെ കാര്യം പറഞ്ഞ പോലെ അവര് ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും അവര് ശ്രമിക്കുന്നത് ഇനിയുള്ള ജനറേഷൻ അവർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കിട്ടണം. അതിന് ഒരുപാട് ശ്രമങ്ങൾ അവർ നടക്കുന്നുണ്ട്. നമ്മുടെ അവിടെയാണ് ഇത് ഇല്ല, അവർക്ക് നമ്മുടെ അവിടെ ആർക്കും അറിയണില്ല. അതാണ് ഇതിന്റെ ഒരു കാര്യം. പക്ഷെ ഇതൊക്കെ പോയത് ഭാരതത്തിൽ നിന്നാണ്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ രസമായ ഒരു സംഭവം. നമ്മുടെ അവിടെ നിന്ന് തന്നെയാണ് എല്ലാം പോയിക്കണത്. നമുക്കത് തിരിച്ചു കൊണ്ടുവരണം അതിന്. അപ്പോഴാണ് നമ്മുടെ സമൂഹം നല്ലൊരു സമൂഹമായിട്ട് ഇനി വളർന്നു വരുള്ളൂ. അതുപോലെ ഇത് വെച്ച് നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ പെയിൻ, ഇതൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതൊക്കെ വളരെ സ്പീഡിൽ അത് കുറയും. അപ്പൊ ഇത് ഡയറക്റ്റ് ആണോ നമുക്ക് ചെയ്യാൻ പറ്റും, അതോ ഓൺലൈനായിട്ട്? ഓൺലൈനിൽ ചെയ്യാം. ഈവൺ ഓൺലൈനിൽ ചെയ്താൽ പോലും വേദനകൾ മാറുന്നുണ്ട്. ഫ്രീക്വൻസി അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഓൺലൈനിൽ ചെയ്തിട്ട് പോലും അത് മാറിയ ഇത് ഞാൻ ഡയറക്റ്റ് എനിക്ക് അനുഭവങ്ങളുണ്ട്. വേദനകൾ പോലും മാറിയിട്ടുണ്ട്. പിന്നെ ഓഫ്ലൈനിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആളുകൾ വരുമ്പോൾ അവരുടെ ശരീരത്തിൽ ഈ ബൗളുകൾ, ഓരോ ചക്രയിലും ബൗളുകൾ വെച്ചിട്ട് ഇത് ഹീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് വേറൊരു വൈബാണ്. അത്
ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് റിം ചെയ്യുമ്പോൾ അത് ഈ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് അറിയാൻ സാധിക്കും. ഇത് നമ്മളുടെ ഈ ചെസ്റ്റിലൊക്കെ വെച്ചിട്ട് ചെയ്യും ഇത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഹാർട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സെല്ല് വർക്ക് ചെയ്യാന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മളുടെ സെല്ലാണ് ഇത്. ഇതൊരു സെല്ല്. ഈ സെല്ലിൽ നിറയെ വെള്ളമാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഈ സാധനം ഈ വൈബ്രേഷൻ വരുമ്പോൾ ഈ സെല്ല് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാം. അപ്പൊ അതിലെ വെള്ളം ഇങ്ങനെയാണ് തുളുമ്പി പോവുക. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഈ എന്താ പറയാ, ആവശ്യമില്ലാത്ത നെഗറ്റിവിറ്റീസ് ഒക്കെ ഇവിടെ വരും. അതിനെയാണ് ബ്ലഡ് വലിച്ചുകൊണ്ട് പോവുക. പിന്നെ യൂറിനായിട്ടും ഒക്കെ വേസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ പുറത്തേക്ക് തള്ളണത് ആ നെഗറ്റിവിറ്റീനാണ്. അപ്പോൾ ഇത് പ്യൂരിഫിക്കേഷൻ നടക്കും ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം ഭയം ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ നല്ല ഭയമായിരിക്കും. ഡ്രൈവിംഗ് ഭയം, അല്ല ഹൈറ്റ്സ് ഭയം, വെള്ളം, അങ്ങനെയൊക്കെയുള്ള ഭയങ്ങളെ നമുക്ക് ഈ ബൗൾ വെച്ച് ക്ലെൻസ് ചെയ്യാൻ പറ്റും. ഭയം ആയിട്ട് വരുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പല ഭയങ്ങളുണ്ട്. ഫോബിയ അങ്ങനെ വരുന്ന ആളുകളിലേക്ക് അത് മാറും. അതിൽ നമുക്ക് മണിപൂരക ചക്രത്തിൽ ഇതിൻ്റെ ബൗളുകളിൽ വെള്ളം നിറച്ചിട്ട് റിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭയം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവും. ഒരുപാട് ആളുകൾ ഡ്രൈവിങ്ങിന് പേടി അങ്ങനെയുള്ള ഫോബിയായിട്ട് വന്നിട്ട് അവർക്ക് ഇത് മാറി പോയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയാണ് അത് നമ്മൾ ഇതേ വൈബ്രേഷൻ വെച്ച് ഇതേ വൈബ്രേഷൻ തന്നെ ഇതേ വൈബ്രേഷൻ അല്ല, വൈബ്രേഷൻ വേറെ വരും. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു. അതായത് നമ്മളുടെ 1 to 10 1 മുതൽക്ക് 10 വരെയുള്ള ഹേർട്സ് ൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മുടെ മസ്തിഷ്കം ആക്സെപ്റ്റ് ചെയ്യുക. 1 മുതൽ 10 വരെ. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസി നമ്മളുടെ ബ്രെയിനിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പലവിധ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് വരും. അതിൽ 7.3ക്ക് ഒരു പ്രത്യേക കാര്യങ്ങളാണ്, 7.8ന് ഒരു പ്രത്യേക കാര്യങ്ങൾ. അങ്ങനെയുള്ള ഓരോ ഫ്രീക്വൻസി ചെന്ന് കഴിയുമ്പോൾ ആ ബ്രെയിൻ അതിനനുസരിച്ച് ആക്ട് ചെയ്യും. അത് ക്ലിയർ ചെയ്യാൻ പറയും. അവിടെയുള്ള ഓരോ പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാൻ പറയും. അത് നമ്മളിപ്പോൾ ഈ ഹീലിംഗ് ചെയ്യുന്ന ടൈമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ നമ്മൾ സ്കാനറിൽ വിടില്ല, അതുപോലെ മൈൻഡിനെ സ്കാൻ ചെയ്യാൻ വിടും ബ്രെയിൻ. അതായത് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ നേരെ തല തുടങ്ങി കാലിൻ്റെ അടി വരെ സ്കാൻ ചെയ്യാൻ പറയും. സ്കാൻ ചെയ്തിട്ട് റിട്ടേൺ അത് ചെല്ലുന്ന അതൊക്കെ മൈക്രോ സെക്കൻഡ്സിലാണ് കേട്ടോ നടക്കുക. സ്കാൻ ചെയ്ത് റിട്ടേൺ ചെല്ലുമ്പോൾ ബ്രെയിനിന് അറിയാൻ പറ്റും ഇന്ന സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ വേദന എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഓൺ ദ സ്പോട്ടിൽ ആവശ്യമുള്ള ബ്ലഡിനെ അവിടേക്ക് പമ്പ് ചെയ്ത് ചെല്ലും. എന്നിട്ട് അത് വേഗത്തിൽ ക്ലിയർ ചെയ്ത് അത് തിരിച്ചു കൊണ്ടുവരും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് ഈ സംഭവിക്കുക ഈ കാര്യങ്ങൾ ഈ ഹീൽ ചെയ്യുന്ന ടൈമിൽ. അതായത് ആ പർട്ടിക്കുലർ ഫ്രീക്വൻസി ബ്രെയിനിൽ ചെല്ലുമ്പോൾ അത് ഓൺ ദ സ്പോട്ടിൽ ഇത് ചെയ്യാൻ പറയും. അങ്ങനെ വേദനകളൊക്കെ മാറ്റി തരും ഇത്. അതുപോലെ തന്നെ നമ്മുടെ കർമ്മ ഹീലിംഗ് ഒക്കെ ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ? കർമ്മ ഹീലിംഗ് നടക്കും ഇതിൽ. അതായത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരുപാട് ബാഡ് കർമ്മകളുണ്ടാവും. അതിനെ ഹീൽ ചെയ്ത് ഇത് കട്ട് ചെയ്ത് കളയും. ഇത് അതിലൂടെയാണ് നമ്മൾ ഇനി അടുത്ത, അതായത് ഇന്നിപ്പോൾ ഹീൽ ചെയ്ത ആൾ നെക്സ്റ്റ് മൊമെന്റ് മുതൽ ഇതിനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളതിലേക്കാണ് പിന്നെ കടക്കുക. ഓക്കെ, ഇതിനെ കട്ട് ചെയ്ത് കടക്കുന്ന ടൈമിൽ ഒരുപാട് കാര്യങ്ങളാണ് പിന്നെ വരിക. അതായത് അദ്ദേഹത്തിന് ഈ കർമ്മ കട്ടായി ഇനി നെക്സ്റ്റ് അയാൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ കർമ്മയായിട്ട് അറ്റാച്ച്ഡ് ആവും പിന്നീട്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് നല്ലതേ വരുള്ളൂ. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മാത്രമേ അയാൾക്ക് മനസ്സിലാവുള്ളൂ ഇത് ഇന്നമാതിരി കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തന്നെ ആർക്കും അത് മനസ്സിലാവണമെന്നില്ല ഇതിൻ്റെ ഉള്ളിൽ. അപ്പം അത് ആ ഒരു, അതായത് മനുഷ്യ ശരീരത്തിലുള്ള ഒട്ടുമിക്ക നെഗറ്റിവിറ്റികളും ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് വെച്ച് റിമൂവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ശരിക്കും ഒരു പുതിയ അറിവാണ്. അതായത് നമ്മളിതിനെപ്പറ്റി പലപ്പോഴും യൂട്യൂബിലും പല സ്ഥലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ബൗളുകൾ. ഇതിന്റെ എക്സാക്ട്ലി ഉള്ള ഒരു പ്രയോജനം എന്താണെന്ന് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഒരു നല്ല അറിവായിരുന്നു അത്. ഒത്തിരി ഉപകാരം സാർ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക്
വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്.